ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാനൊരു വെറൈറ്റി ഐറ്റമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? ഞാൻ സോസേജ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഇത് സസ്പെൻസ്. തിരക്ക് പിടിക്കല്ലേ, ഞാൻ പറയാം. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ സോസേജ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഡ്രാഗൺ ഐറ്റമാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഡ്രാഗൺ ഐറ്റംസൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിലാണ് പോയി കഴിക്കാറുള്ളത്. നമ്മൾ അൽഫാം ചിക്കനൊക്കെ കഴിക്കാറുണ്ട്, വളരെ ടേസ്റ്റിയുമാണ്. അതിഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. പക്ഷെ അതിലും വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതും തിന്നാലും മതി വരാത്തതുമായിട്ടുള്ള ഒരു ഡ്രാഗൺ ചിക്കൻ സോസേജാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 200 ഗ്രാം ചിക്കൻ സോസേജ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് പിങ്ക് കളറിലും ലഭിക്കുന്നതാണ്. പിങ്ക് കളറിലാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. ഞാനിപ്പോൾ ഇത് വൈറ്റാണ് എനിക്ക് കിട്ടിയത്. ഇത് നമുക്കിത് 4 സ്ലൈസ് ചെയ്യണം. അതായത് നമ്മൾ ഡ്രാഗൺ ചിക്കനും ഡ്രാഗൺ ബീഫൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, നീളത്തിൽ വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആ സോസേജ് എല്ലാം ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിരുന്നു. ഓരോന്നും 4 അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കതിന് വേണ്ട ബാറ്റർ ഉണ്ടാക്കണം, നമുക്ക് മുക്കി പൊരിക്കാനുള്ളത്. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു ചിക്കൻ എഗ്ഗ് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പേസ്റ്റ് ചേർത്താലും മതിയാകും. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവറും 2 ടീസ്പൂൺ മൈദ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കി കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക്, ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജ് ഇതുപോലെ അടുക്കി വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്യാനുള്ള ബാറ്റർ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ഓരോന്നും മുക്കി ഫ്രൈ ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് നമുക്കിതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാം. ഇത് സോസേജ് പെട്ടെന്ന് ഒടിഞ്ഞു പോകും, അതുകൊണ്ട് ഒടിയാതെ നോക്കണം. അതിനാണ് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയത്. ഒരേ രീതിയിൽ അടുക്കി വെച്ചിട്ട് ബാറ്റർ ഒഴിച്ച് മാറ്റി വയ്ക്കാം. നമുക്കിനി ഫ്രൈ ചെയ്യാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അതിന് നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഓരോ ചിക്കൻ സോസേജും എടുത്ത് ബാറ്ററിൽ മുക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനതെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ചൂടായി കഴിയുമ്പോഴേക്കും ഓരോ ടീസ്പൂൺ വീതം ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കുക. 2-3 വറ്റൽമുളകും കുറച്ച് കശുവണ്ടിയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച 2 വലിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്യുക. അതിനുശേഷം നീളത്തിലരിഞ്ഞ ക്യാപ്സിക്കം, അണിയൻ, ക്യാരറ്റ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് മിക്സ് ചെയ്ത് ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർക്കുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ ബ്ലാക്ക് സോയ സോസും ചേർക്കുക. 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുക നന്നായിട്ട്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർക്കുക. തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജ് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രാഗൺ ചിക്കൻ സോസേജ് റെഡിയായി. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നതിലും വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രാഗൺ ഐറ്റമാണിത്. ചിക്കൻ സോസേജിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് വളരെ ടേസ്റ്റുമാണ്.
എത്ര കഴിച്ചാലും മതിയാവില്ല, നമുക്കിത് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് കുക്കിംഗ് പ്രോസസ്സ് വളരെ എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഡ്രാഗൺ ചിക്കൻ സോസേജ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.